ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശ്രീ സജ്ജയ് സിജോമോൻ ജോർജ്, അദ്ദേഹം നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കോട്ടയത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഷിബു ഉദയൻ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. പുള്ളി എറണാകുളത്താണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അനിതകുമാരി പാർട്ടിയുടെ എറണാകുളം ജില്ലാ പ്രസിഡൻ്റാണ്. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത് സിംഗ്, കൂടാതെ നമ്മുടെ പാർട്ടിയുടെ തന്നെ ഒരംഗമായ ഡോക്ടർ ജാഫ്രി സെൽവാനോസ്. ആരെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ പ്രത്യേകം ക്ഷമിക്കുക. ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടി നമ്മൾ ഈ വരുന്ന ഇലക്ഷനിൽ NDAയുടെ ഘടകമായി മത്സരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകാരാധ്യനായ ശ്രീമാൻ നരേന്ദ്രമോദിജി നയിക്കുന്ന ഈ പാർട്ടിയിൽ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികൾ സംസാരിച്ച് ഉള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസ് മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇന്ന് ഈ കേരളം മാറണം എന്നാണ് NDAയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം. കേരളം മാറണം. എന്തിനു വേണ്ടി? ഇവിടെ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും യഥാർത്ഥത്തിൽ ജനനന്മയ്ക്ക് ഉതകുന്ന ഒരു സംവിധാനമല്ല ഇന്നോളം ഇവിടെ നടന്നിട്ടുള്ളത്. മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ സാധാരണക്കാരൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നു എനിക്കെന്ന് തോന്നുന്നില്ല. ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്നുള്ളതാണ്. വ്യവസായം തീരെയില്ല. എന്തെങ്കിലും വ്യവസായം ഇവിടെ ആരംഭിക്കാൻ തന്നെ തീരുമാനിച്ചാൽ അതിൽ കൊടി പിടിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി അവരെല്ലാം തിരിച്ച് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയത്. അവിടെയാണ് വ്യവസായം. ഇവിടെ വ്യവസായങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനം ഇവിടുത്തെ ജനങ്ങളെ ആവശ്യങ്ങൾ നിറവേറ്റാതെ അവരെ വീണ്ടും വീണ്ടും ദുരിതക്കടലിലേക്ക് തള്ളിവിടുന്ന ഒരു സംവിധാനം, ഇത് മാറണം. ഈ മാറ്റത്തിലാണ് നമ്മുടെ ഈ ചെറു പാർട്ടിയും NDAയുമായി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും, ഇപ്പോൾ സ്വർണ്ണം എവിടെ ഏതൊരു തലത്തിൽ ചെന്നാലും ഗവൺമെൻറ് തലത്തിൽ ഈ ഭരിക്കുന്ന ഭരണകൂടം അവർ ഈ കള്ളം കപ്പലിൽ തന്നെ എന്ന് പറയുന്നത് അവർ തന്നെയാണ് ഇതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. സ്വർണം കട്ടവന് കുറേ പാട്ടുകളും ഒരു നാണവും ഇല്ല. ഇവരൊക്കെ ഇതൊന്നും കേട്ടിട്ട് പോലും ഒരു നാണക്കേടും ഇല്ലാതെ ജനത്തിനെ വീണ്ടും വോട്ടിന് വേണ്ടി സമീപിക്കാൻ ഇവരൊക്കൊന്നുമില്ല. ഈ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ ആൾക്കാരത് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ വിശപ്പാണ്. ആ വിശപ്പിന് ഒരു പരിഹാരം കാണാനോ ഇപ്പം തന്നെ ലൈഫ് പദ്ധതി, ഈ ലൈഫ് പദ്ധതിയിലൊക്കെ വീട് വെച്ച് കൊടുക്കുമെന്ന് പറയുന്നത് ഈ ഭയങ്കരമായ ബോർഡുകളും ഇപ്പം നമ്മൾ ആറ്റിങ്ങൽ ട്രിവാൻഡ്രം സഞ്ചരിച്ച എല്ലാം നമ്മളെ മുഖ്യമന്ത്രിയുടെ പടമാണ്. മാറും എല്ലാം മാറുമെന്ന് പറഞ്ഞ് അത് എന്തിനു വേണ്ടി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും അന്തി ഉറങ്ങാൻ ഇടമില്ലാത്ത തെരുവോരങ്ങൾ കഴിയുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്, പല ഭാഗങ്ങളിലും. വിദ്യാഭ്യാസം ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെല്ലാം വെളിയിലേക്ക് അവർ ജോലി അന്വേഷിച്ച് വെളിരാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ കടം വരുത്തി 10, 20, 25 ലക്ഷം രൂപ കടബാധ്യത ഉണ്ടാക്കി അവർ വെളിയിൽ പോവുകയും ആ സ്ഥലങ്ങളിലെല്ലാം എന്താണ്, ആ വീടുകളിലെല്ലാം വെറും വൃദ്ധർ മാത്രമാണുള്ളത്, വയസ്സായ ആൾക്കാർ. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ തന്നെ എഡ്യൂക്കേഷൻ വളരെയധികം ഒരു വിലയുമില്ലാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇവിടെ ഒരു ജോലി സാധ്യതയില്ല. അപ്പോൾ അവർ ഉള്ള കടക്കാടമൊക്കെ പണയം വെച്ച് ഇത് വെളിയിൽ പോയി ജോലി ചെയ്യുക, അവർക്ക് അങ്ങനെ ഒരു സംവിധാനത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സംവിധാനം. അപ്പോൾ സമസ്ത മേഖലകളിലും ഈ ഗവൺമെൻറ്റും ഈ മാറി ഭരിച്ച എല്ലാ ഗവൺമെൻറ്റും 40, 50, 60 വർഷമൊക്കെ ഇവിടെ ഭരിച്ച ഓരോ ഗവൺമെൻറ്റും അവരുടെ ഇംഗിതത്തിനും അവരുടെ കീശ വീർപ്പിക്കാനും അല്ലാതെ പൊതുജനത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ഏതൊരു വാർത്ത വന്നാലും 1-2 ദിവസം നമ്മളെ മീഡിയയിലൊക്കെ നിൽക്കും. എത്ര ലബ്ധപ്രവിഷ്ടമായ അംഗീകാരത്തോട് വാർത്തകാരൻ 2 ദിവസം നിൽക്കും, 3-2 അപ്രത്യക്ഷമാവും. അപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു പണാധിപത്യത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരണം. അതുപോലെ അതിനനുസരിച്ച് കേരളം മാറണം. ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന മോദിജി ഗവൺമെൻറ്റിൻ്റെ ഓരോ നയങ്ങളും കുറച്ചെങ്കിലും മനുഷ്യന് ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മാറ്റത്തിനായിട്ട് വോട്ട് ചെയ്യണം.
എൻ ഡി എയിലെ എല്ലാ 140 നിയമങ്ങളും എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനായിട്ട് വോട്ട് ചെയ്യണം, അവരെ വിജയിപ്പിക്കണമെന്നാണ് ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും കാലം പലരെയും പരീക്ഷിച്ചു നോക്കി, ഒന്നിലും ഒരു പ്രയോജനം കണ്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ജനങ്ങൾക്ക് ആവശ്യം, എന്ത് നേട്ടമാണ് ഇന്നിപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് ലോക രാജ്യങ്ങളിൽ പ്രത്യേക സ്ഥാനമാണ്. അത് നരേന്ദ്രമോദിജിയുടെ ഭരണത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ ഒരിക്കലും അത് കണ്ടില്ല എന്ന് നടിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കെ നമ്മളെ പോലെയുള്ള ചെറു പാർട്ടികളും ഇതുവരുമായിട്ട് യോജിച്ച് നമുക്കൊരു 80ഓളം നിയോജക മണ്ഡലങ്ങളിൽ സക്രിയതാ പ്രാതിനിധ്യം അംഗങ്ങളുള്ളതാണ്, പാർട്ടി കമ്മിറ്റികളാണ്. അപ്പോൾ അങ്ങനെ നമ്മളും അവരോടൊത്ത് അതിന് ഈ ശക്തമായ ഒരു പിൻബലം കൊടുത്തുകൊണ്ട് ഈ പാർട്ടി ഇവിടെ കേരളത്തിലും അധികാരത്തിൽ വന്നാൽ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ പാർട്ടിയുടെ കണക്കുകൂട്ടൽ. അതനുസരിച്ചാണ് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനം അനുസരിച്ച് നമ്മളവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും ഇത് ശ്രമിക്കുന്നവരെല്ലാം നമ്മളെ ഈ BJP NDA സഖ്യത്തിന് വോട്ട് ചെയ്ത് അത് നമ്മളെ പ്രവർത്തകർ എല്ലാ നിയോജക മണ്ഡലം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അവിടെയെല്ലാം പോയി അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, സർക്കുലർ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പ്രാവർത്തികം വരും. ഇവർ തന്നെ വിജയിച്ച് വരണം എന്നൊരു ചിന്തയുടെയും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കുന്നതും ഇതൊന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന രീതിയിൽ NDA എന്ന് പറയുന്ന സംവിധാനം വിജയത്തിലെത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാവൂ, കേരളം മാറണം. അതുപോലെ നമുക്ക് മാറ്റത്തിൽ കൂടെ നമുക്ക് എന്തെങ്കിലും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പറ്റൂ. അതില്ല എങ്കിൽ ഇവിടെ വീണ്ടും അരിഷ്ടരാഷ്ട്രം ഉണ്ടാവാം. ഇപ്പോൾ കുറച്ച് തൂക്കുമന്ത്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി നിന്ന് ഇവരെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ ഈ BJP എന്ന സഖ്യത്തിലേക്ക് നമ്മളെ നയിച്ച ഇതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി, അതുപോലെ AN രാധാകൃഷ്ണൻ, അവർക്ക് പ്രത്യേക നന്ദി പറയുകയാണ്. ഈ വണ്ടന്നൂർ ബാലകൃഷ്ണൻ നമ്മുടെ ട്രസ്റ്റിൻ്റെ ഗ്ലോബൽ സാൽവേഷൻ ക്രിസ്ത്യൻ വെൽഫെയർ ട്രസ്റ്റ് എന്ന ട്രസ്റ്റ് നമ്മുടെ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ ട്രസ്റ്റിൻ്റെ നാഷണൽ ചെയർമാനാണ് അദ്ദേഹം. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്വാഗതം. എൻ്റെ പേര് വണ്ടന്നൂർ ബാലകൃഷ്ണൻ എന്നാണ്. ഈ ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റും അതിനോടൊപ്പം തന്നെ ഈ പാർട്ടിയുടെ ഒരു ഘടകം പോലെ നിൽക്കുന്ന ഒരു ചാരിറ്റി സംഘടനയായ ഗ്ലോബൽ സാൽവേഷൻ ക്രിസ്ത്യൻ വെൽഫെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ നാഷണൽ ചെയർമാനുമാണ്. കാരണം ഇവിടെ ആയിരിക്കുന്ന ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് സിംഗ്, ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ലിബിൻ സക്കായി, ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കേരള സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ആറ്റിങ്ങൽ പ്രേംരാജ്, ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഈ കേരള സ്റ്റേറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സഞ്ജയ് സിജോമോൻ, അതുപോലെ പാർട്ടിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അനിതകുമാരി, ഷിബു, ഉദയൻ, അജയൻ, CV തുടങ്ങി എല്ലാവർക്കും നമസ്കാരം. ഈ ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന് പറയുന്ന ഒരു സഖ്യത്തിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾക്ക് മാറുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനുവേണ്ടി ഈ BJP കേരള സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാർ ഞങ്ങളെ ക്ഷണിക്കുകയും ഞങ്ങളെ അതിൻ്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്തു. അതിൻ്റെ ഘടകകക്ഷി നേതാവായ AM രാധാകൃഷ്ണൻ അവർക്കും സ്വാഗതമുണ്ട്. അദ്ദേഹമാണ് ഞങ്ങളെ പ്രഖ്യാപിച്ചത്. കാരണം ഒരു ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും ഞങ്ങൾ ഈ ചാരിറ്റി സംഘടന എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും വിവിധ സ്റ്റേറ്റുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ എല്ലാ പ്രവർത്തകരും തന്നെ ഞങ്ങളെ ഈ പാർട്ടിയുടെ അംഗങ്ങളും കൂടിയാണ്. അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും, അതായത് 140 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥികൾക്ക് ഈ 2026 കേരളത്തിലെ ഇലക്ഷനിൽ എല്ലാ പ്രവർത്തകരും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നും മാത്രവുമല്ല അതിൻ്റെ ഘടകമായിരിക്കുന്ന ഗ്ലോബൽ സാൽവേഷൻ ക്രിസ്ത്യൻ വെൽഫെയർ ഫൗണ്ടേഷൻ്റെ എല്ലാ പ്രവർത്തകരും ഈ പാർട്ടിക്ക് വേണ്ടി വളരെ സന്തോഷത്തോടെ വോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ മൂല്യങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നിലനിൽക്കുവാനും ഒരു കേരളത്തെ സംരക്ഷിച്ചെടുക്കുവാനും ഇന്ത്യ ഭരിക്കുന്ന ഈ പാർട്ടിയുടെ ഈ കേരളത്തിലെ ഘടകം ശക്തിപ്പെട്ടു വന്നാൽ തീർച്ചയായും ഇന്ത്യയിലുള്ള ഇതേ വികസനങ്ങൾ
കേരളത്തിലും അത് ചെയ്തെടുക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരായ ഞങ്ങളുടെ ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഈ NDA ഘടകകക്ഷികളായി നിൽക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളെയും അവരുടെ മൗലികാവകാശം രേഖപ്പെടുത്തി നല്ല വിജയത്തിലേക്ക് കൊണ്ടുവരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ കടന്നു വന്ന് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അത് കടന്നു വന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഒരിക്കൽ കൂടി ഭാരതീയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പേരിലുള്ള സ്വാഗത ആശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.